യേശുവേ സ്തുതി, മാതാവേ നന്ദി. മാതാവ് ഈ ആൾത്താരയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് മാതാവിന് ആയിരം നന്ദി. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. അവിടെ പോങ്ങുമൂട് ഇടവക അംഗമാണ് ഞാൻ മാതാവിൻ്റെ 10-20-25 വർഷമായിട്ട് മാതാവിൻ്റെ നല്ലൊരു ഭക്തനാണ്. മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ എപ്പോഴും നന്നായിട്ട് പ്രാർത്ഥിക്കും. അപ്പം അതെൻ്റെ ഒരു സുഹൃത്ത്, വളരെ എൻ്റെ അടുത്തൊരു സുഹൃത്ത് ജേക്കറാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ മാതാവിൻ്റെ ഏത് പള്ളിയും ഏത് ദേവാലയം കണ്ടാലും ഞാൻ അവിടെ വന്ന് പ്രാർത്ഥിക്കും. അവിടെ കയറി ഒരു കൊന്ത എല്ലിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 2020 തൊട്ട് ഞാനിതിലെ തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ വന്ന് ഒരു കൊന്ത എത്തിച്ച് കഴിയുമ്പോഴേക്കും നല്ലൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടും എനിക്ക്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ 2020 തൊട്ട് ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും. ഇവിടെ വന്ന് മുട്ടുകുത്തി ഒരു കൊന്ത എത്തിച്ചിട്ടാണ് ഞാനും കുടുംബവും പോകുന്നത്. ഇതെൻ്റെ അമ്മച്ചിയാണ്. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തത് 2023 തൊട്ടാണ്. അതിനുള്ള കാരണമെന്ന് വെച്ചാൽ എൻ്റെ മോളുടെ ഒരു പഠനത്തിൻ്റെ ഒരു ഇഷ്യൂ കാരണമാണ്. 12ൽ പഠിക്കുമ്പോൾ അതിപ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റായി. പക്ഷേ അത് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ മോളും കൂടെ ഉണ്ടാവുമ്പോൾ വന്ന് ഞാൻ പറയുന്നതായിരിക്കും ഈ ആൾത്താരിയിൽ. ഇതുകൂടാതെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് ഒരു റെഗുലർ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് വയറുവേദനയും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ചെക്ക് ചെയ്തപ്പോഴേക്കും എനിക്കൊരു ഫാറ്റി ലിവർ ഗ്രേഡ് 2 ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ഡയഗ്നോസിസ് കണ്ടുപിടിച്ചു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡ് 2 കുറച്ചും കൂടെ ഹയർ ഗ്രേഡാണ്. അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇൻ എ വെരി ഫ്യൂ മന്ത്സ് ഇറ്റ് വിൽ ഡെവലപ്പ് ഇൻ ടു സിറോസിസ്. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഞാൻ തേയിലവും എല്ലാ ദിവസവും തേയിലം വയറ്റിൽ കുരിശ് വരച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ലോക്കറ്റ് എൻ്റെ ഒരു റെഗുലർ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇറങ്ങുമ്പോൾ ഓഫീസിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഈ ലോക്കറ്റ് കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ വീണ്ടും ഒരു സ്കാൻ ചെയ്തു. എന്ന് വെച്ചാൽ ഞാൻ ഏപ്രിൽ അവസാനമാണ് ഞാൻ ആ സ്കാനിൽ നിന്ന് കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞപ്പോൾ 2 മാസം, ദാറ്റ് ഈസ് ഇൻ ജൂലൈ ഫസ്റ്റ് വീക്കിൽ ഞാൻ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ഫാറ്റി ലിവർ ഗ്രേഡ് 2 ഈസ് റിവേഴ്സ്ഡ്, ഗ്രേഡ് 1 ആയി. അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോഴേക്കും ഏപ്രിലാണ് ഇത്. തിരികെ വീണ്ടും എന്നെ വിളിച്ചിട്ട് ഒന്നും കൂടെ സ്കാൻ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് സംഭവിച്ചു? അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞ് 6 മാസമെങ്കിലും എടുക്കും ഇത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് 2 മാസത്തിൽ തന്നെ റിവേഴ്സ് ചെയ്ത് കിട്ടി. അതിനുവേണ്ടി ഞാൻ മാതാവിന് 1000 നന്ദി അർപ്പിക്കുന്നു ഇവിടെ. ഇതുകൂടാതെ ഇതെൻ്റെ അമ്മച്ചിയാണ്. അമ്മച്ചി പണ്ട് ഉടമ്പടി എടുത്താണ്. ഇപ്പോൾ 70 വയസ്സായി. ആൾ തൃശ്ശൂരിൽ നിന്നാണ് വന്നേക്കുന്നത്. ഇപ്പം ആളുടെ കാലിൽ ഭയങ്കര നീരായിരുന്നു, നീരും നല്ല വേദനയും, പസ്സൊക്കെ വന്ന്. അത് കഴിഞ്ഞ ഡിസംബർ തൊട്ട് പല ഡോക്ടർമാരെയും കാണിച്ചു, ഓർത്തോ അങ്ങനത്തെ പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. പക്ഷെ അതിന് ഒരു കുറവുണ്ടായില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഏപ്രിൽ 28 ഇവിടെ വന്നപ്പോൾ ഉടമ്പടിയിൽ അമ്മച്ചീനെ സമർപ്പിച്ചിരുന്നു. ഇപ്പം 2 മാസമായിട്ടുള്ളൂ. 2 മാസത്തിനുള്ളിൽ അമ്മച്ചിയുടെ കാലുവേനയും പസ്സും ഇതെല്ലാം പോയി. ഇപ്പം അമ്മച്ചി ബസ്സിലാണ് വന്നേക്കുന്നത്. ബൈ ദ വേ, ആൾക്ക് ആ സമയത്ത് നടക്കാനും പറ്റില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വേദന എന്ന് പറഞ്ഞ് എപ്പോഴും ഭയങ്കര പെയിൻ കില്ലറും കഴിച്ചുകൊണ്ടിരുന്ന സ്ത്രീയായിരുന്നു. ഇപ്പോൾ കൂളായിട്ട് ഇപ്പോൾ ഇന്ന് പറയായിരുന്നു, ഞാൻ ബസ്സിൽ വന്നപ്പോൾ നല്ല സുഖമായിരുന്നു, കാറിലേക്കാളും നല്ല സുഖമാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി എല്ലാ ദിവസവും ഈ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ആ മുട്ടിൻ്റെ ഭാഗത്ത് തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഇത് 2 മാസത്തെ ക്വിക്കായിട്ട് സൊല്യൂഷൻ തന്നതിന് മാതാവിന് ഞങ്ങൾ വളരെ അധികം നന്ദി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കൂടാതെ എൻ്റെ ചേട്ടനുണ്ട്, ദുബായിലായിരുന്നു ആൾ. 2020
പെട്ടെന്ന് ഒരു പുള്ളി വൈകുന്നേരം ജോഗിങ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും പെട്ടെന്ന് പുള്ളി വീണു മരിച്ചുപോയി. പുള്ളി ഹാർട്ട് അറ്റാക്കായിരുന്നു. ആൾക്ക് 2 പിള്ളേരുണ്ട്. മൂത്തവൻ്റെ പേര് ജോ എന്നാണ്. അവൻ നല്ല ബ്രില്യൻ്റാണ്, പക്ഷെ അവൻ പഠിക്കില്ല, ഭയങ്കര ഉഴപ്പനായിരുന്നു. അപ്പോൾ മരിക്കണേക്കാളും മുമ്പൊക്കെ എൻ്റെ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയും, കാരണം എന്നോട് കുറച്ച് അടുപ്പമുണ്ടായിരുന്നു ജോവിന്, പറയും ഇവൻ്റെ ഒന്നും സെറ്റിലാവുന്നില്ല, ഇവൻ ഡിഗ്രി കഴിഞ്ഞു എന്നിട്ടും ഒരു സെറ്റിൽമെൻ്റ് ആവുന്നില്ല, ഇവൻ പഠിക്കുന്നില്ല, ഉഴപ്പി നടക്കുകയാണ്, എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ചേട്ടന് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ചേട്ടൻ മരിച്ചപ്പോൾ എനിക്കും എൻ്റെ മൂത്ത ചേട്ടനും ഭയങ്കര വിഷമമായിരുന്നു. എന്താ അത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവനും വേണ്ടി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തെന്നുള്ളതാണ്. ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം അവനൊരു കോൺട്രാക്ട് ജോബ് ഉണ്ടായിരുന്നു. കോൺട്രാക്ട് ജോബ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ പെർമനൻറ്റ് ജോബ്. അതവൻ രാജിവെച്ചു. അവൻ ഒരു MS ഇൻ ഡാറ്റ അനലിറ്റിക്സ് റോച്ചസ്റ്റർ യൂണിവേഴ്സിറ്റി ദുബായ് ക്യാമ്പസിൽ ജോയിൻ ചെയ്തു. ആൻഡ് ഹി ബിക്കെയിം ക്വൈറ്റ് എ സീരിയസ് ഗായ് ഇൻ ഹിസ് സ്റ്റഡീസ്. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പഠിച്ചു. അവന് 98% ഉണ്ടായിരുന്നു ക്വാളിഫൈ ചെയ്തപ്പോഴേക്കും. ആൻഡ് പുള്ളിക്കൊരു ഇൻറ്റേൺഷിപ്പും കിട്ടി അവിടെ ഒരു ടെക് കമ്പനിയിൽ. പക്ഷേ ആ ഇൻറ്റേൺഷിപ്പ് അവന് എപ്പോഴും എക്സ്റ്റൻഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ ചോദിക്കും, എന്നെ പെർമനൻ്റ് ആക്കാൻ പറ്റുമോ? അപ്പോൾ അതിനുള്ള ചാൻസ് ഇല്ല, യു വിൽ ഹാവ് ടു ലുക്ക് ഫോർ അതർ ജോബ് ഇഫ് യു വോണ്ട് നീഡ് എ പെർമനൻറ്റ് ജോബ് എന്നുള്ള രീതിയിലായിരുന്നു അവിടുത്തെ സ്ഥാപനത്തിലെ സീനിയർ മാനേജേഴ്സ് പറഞ്ഞു. അപ്പം ഞാൻ കഴിഞ്ഞ ഏപ്രിൽ 28 ഞാൻ പറയണം, ഏപ്രിൽ 28 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, അവന് സമർപ്പിച്ചിരുന്നു. ഒന്നും കൂടെ ഞാൻ സമർപ്പിച്ചത്, ഉടമ്പടി പുതുക്കിയതാണ് കഴിഞ്ഞ ഏപ്രിൽ 28 അവനെ വീണ്ടും സമർപ്പിച്ചു. ആദ്യമേ സമർപ്പിച്ചപ്പോൾ ഇവന് നല്ല മാർക്കോടെ ക്വാളിഫൈ ചെയ്തു. സമർപ്പിച്ച് ഇവൻ എങ്ങനെയും ഒരു പെർമനൻറ്റ് ജോബ് മാതാവേ ഇവന് കിട്ടണം. അതുകൊണ്ട് ഞാൻ അവന് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അവനൊരു ലോക്കറ്റും ഇവിടെ നിന്ന് മേടിച്ച ലോക്കറ്റ് അയച്ചു കൊടുത്തിരുന്നു. അവൻ്റെ പേഴ്സിൽ അത് വയ്ക്കുമായിരുന്നു. അവൻ എല്ലാ ദിവസവും അത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അവൻ അത് ചെയ്യുമായിരുന്നത്. ഞാൻ ഏപ്രിൽ 28 ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഏപ്രിൽ 29 ഇവൻ്റെ കമ്പനിയിൽ, അവിടുത്തെ ആ ടെക് കമ്പനിയിൽ ഒരാൾ രാജിവെച്ചു, ഒരാൾ റിസൈൻ ചെയ്തു. അങ്ങനെ അവിടെ ഒരു വേക്കൻസി വന്നു. ആ വേക്കൻസിയിൽ ഇവനെ കൺസിഡർ ചെയ്തു. അത്രയ്ക്ക് ക്വിക്കായിട്ടാണ് സംഭവം നടന്നത്. ഏപ്രിൽ 28 ഞാൻ ഉടമ്പടി എടുക്കുന്നു. പിറ്റേ ദിവസം ദുബായിൽ വെച്ച് ആ ടെക് കമ്പനിയിൽ ഒരാൾ രാജിവെക്കുന്നു. ഇവനെ ആ ഇതിലേക്ക് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് അവൻ്റെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 6 times ദ സാലറിയും കൂടെയാണ്. അപ്പോൾ അവന് തന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവിനോട് നന്ദി പറഞ്ഞ് നീ ഇത് ചെയ്യണം. അവൻ വീഡിയോ അയച്ചു തന്നു. മാതാവിനെ നന്ദി പറഞ്ഞിട്ട് ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നിരുന്നു. അപ്പോൾ മാതാവിന് വീണ്ടും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇതുകൂടാതെ ഞാനും എൻ്റെ വൈഫും ഒരു ട്രെയിനിങ് ബിസിനസ് നടത്തുന്നുണ്ട് തിരുവനന്തപുരത്ത്. അപ്പോൾ ഒരു 3-4 മാസം മുമ്പ് അത്ര നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരുന്നത്. ഒരു പോർട്ട്ഫോളിയോ മാത്രമേ ഉണ്ടായുള്ളൂ. ഇവിടെ വന്ന് സമർപ്പിച്ചപ്പോഴേക്കും ഇപ്പോൾ ഒരു 4-5 പോർട്ട്ഫോളിയോ കൂടുതലായി. ബിസിനസ്സിനും നല്ല ഒരു വളർച്ച കിട്ടി, നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടി. അതിനും ഞാൻ മാതാവിനോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇതുകൂടാതെ എൻ്റെ ഉടമ്പടി ജീവിതം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും അത് ഞാൻ പണ്ടുതൊട്ടേ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. ഇപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ സമയം ഞാൻ ചിലവാക്കാറുണ്ട്. അതുകൂടാതെ ഞാൻ മറ്റേ ഉടമ്പടി ലോക്കറ്റും തൈലവും അത് ഞാൻ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഞാൻ അത് പുരട്ടിയിട്ടാണ് പുറത്ത് ഇറങ്ങാറുള്ളൂ. വൈകുന്നേരവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷവും ഞാൻ പുരട്ടിയിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഇതുകൂടാതെ ഞാൻ അവിടെ തിരുവനന്തപുരത്ത് ഒരു ക്യാൻസർ ഹോമിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയും ഞാൻ അവിടെ പോയിട്ട് എല്ലാ മാസവും എനിക്ക് അതൊരു BPL ഫാമിലീസിലുള്ള ഫ്രീ അക്കോമഡേഷനും ഫുഡാണ്. അവിടെ RCC ഉള്ള കാരണം അങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, ഞങ്ങളുടെ അച്ഛന്മാരെ നടത്തുന്ന സ്ഥാപനമാണ്. അപ്പോൾ ഡയറക്ടർ അച്ഛനും മദറിൻ്റെ ഒരു ഹെൽപ്പോടെ ഞാനും അവിടെ നല്ല രീതിയിൽ എനിക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധിച്ചു. അവിടെ എല്ലാ മാസവും ഒരു 3-4 പേഷ്യൻസിനെങ്കിലും എനിക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെയും ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഫോം ചെയ്തു. കാരണം ഈ പേഷ്യൻസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീമോവും അതൊക്കെ കഴിഞ്ഞ് അവിടെ ബ്ലഡ് കൗണ്ടും ഇതൊക്കെ കുറേ. അപ്പോൾ ബ്ലഡ് ഡോണേഴ്സിന് ഇഷ്ടം പോലെ ആവശ്യമാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഫോറം ബേസിക്കലി ബ്ലഡ് ഡോണേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. അത് ഞാൻ
ഇതുവരെ ഞാനും എൻ്റെ കൂട്ടുകാരനും ആ ഒരു ഫോറം ഒരു 10,000-4,000 പേഷ്യൻസിനെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ. 2016 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഒരു 10 പേരെങ്കിലും എല്ലാ മാസവും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബ്ലഡ് ഡൊണർ. അത്രയ്ക്ക് റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം മാതാവിൻ്റെ ഒരു ഇടപെടലാണെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. കാരണം ഞാൻ മാതാവിനോട് ആ രീതിയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ മാതാവിന് വീണ്ടും ഞങ്ങൾ ഇവിടെ ഈ അൾത്താരയിൽ നിന്ന് ഇവിടെ ഈ പ്രത്യക്ഷപ്പെട്ട മാതാവിനെ നോക്കി നന്ദി പറയുന്നു. ഈ അനുഗ്രഹം ലഭിച്ചതിന് വളരെ വളരെയധികം നന്ദി. പിന്നെ ഈ പത്രം എന്ന് പറയുന്ന സംഭവം, ഇവിടുത്തെ കൃപാസന പത്രം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അത് കൊടുക്കാൻ പറ്റും. കാരണം അവിടുത്തെ ക്യാൻസർ പേഷ്യൻസ്, ഇപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ക്യാൻസർ പേഷ്യൻസ് എൻ്റെ അടുത്ത് ചോദിക്കും, ചേട്ടാ മറ്റേ പത്രം കിട്ടിയോ, പുതിയ പത്രം കിട്ടിയോ? ഞാൻ അവിടെ ചെന്ന് അവിടെ ഓരോ റൂമിലും ചെന്ന് കൊടുക്കുമെങ്കിൽ അവർ ഇല്ല എനിക്ക് ഒരെണ്ണം കൂടെ വേണം, എൻ്റെ ചേട്ടൻ്റെ മോൻ വരും ഇപ്പം എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ക്യാൻസർ റൂമിൽ തന്നെ എനിക്ക് കംപ്ലീറ്റ്ലി കൊടുക്കാം. ഒരു 10 മിനിറ്റിൽ എനിക്കത് തീർക്കാൻ പറ്റുന്ന രീതിയിലാണ്. കാരണം അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇത് വായിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള സാക്ഷ്യങ്ങളും. പിന്നെ വേറൊരു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം, ഉടമ്പടിയൊക്കെ എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവരെയും നല്ല രീതിയിൽ സഹായിക്കാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇപ്പോൾ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ പറ്റുമോ ഇല്ല, ഇല്ല പറ്റൂല. പക്ഷേ ഞാൻ പറ്റൂല എന്ന് പറയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് ശ്രമിക്കട്ടെ, ഞാൻ എന്നിട്ട് അതിനുവേണ്ടി ശ്രമിച്ച് ഐ വിൽ ഗോ ഔട്ട് ഓഫ് ദ വേ ടു സീ ഇഫ് ദർ ഇസ് എ വേ ഔട്ട്. അങ്ങനത്തെ ഒരു സ്റ്റാൻഡാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത്. അപ്പോൾ എനിക്ക് മിക്കപ്പോഴും എനിക്ക് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ, ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ജോലിയുടെ കാര്യത്തിനോ എന്തെങ്കിലും ഒരു ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു ഓറിയൻറ്റേഷൻ കൗൺസിലിങ്ങിൻ്റെ എനിക്ക് സഹായിക്കാൻ പറ്റും അവരെ. അപ്പോൾ അതൊരു വലിയൊരു മാറ്റമായിരുന്നു. പിന്നെ ഇത് കൂടാതെ സന്ധ്യാപ്രാർത്ഥനയും എല്ലാവരെയും ഈ ആരെങ്കിലും വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാം അവരെയൊക്കെ സമർപ്പിച്ച് ഓരോരുത്തരുടെ പേര് വിളിച്ച് പറഞ്ഞ് സമർപ്പിച്ച് എനിക്ക് ആ ഒരു കൊന്ത ചെല്ലാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. താങ്ക് യു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എനിക്ക് തന്ന ഈ അനുഗ്രഹത്തിനെ ഞാൻ ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്നു. എൻ്റെ രോഗം, എൻ്റെ കാലിലെ നീരും വേദനയും മാറ്റി തന്ന ഈശോയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. യേശുവെ സ്തോത്രം, യേശുവെ മഹത്വം. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 12-ാം അധ്യായം 14-ാം തിരുവചനം. നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കുകയും സേവിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും കൽപ്പനകൾ ധിക്കരിക്കാതിരിക്കുകയും നിങ്ങളും നിങ്ങളെ ഭരിക്കുന്ന രാജാവും ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ചെയ്താൽ എല്ലാം ശുഭമായിരിക്കും. സെബാസ്റ്റ്യൻ ആൻ്റണി എന്ന ഈ സഹോദരൻ തൻ്റെ കുടുംബത്തിൽ ഓരോരുത്തർക്കും ലഭിച്ച ദൈവാനുഭവങ്ങളെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരന് വന്ന ഫാറ്റി ലിവർ ഗ്രേഡ് 2 അത് യാതൊരു മരുന്നും ഉപയോഗിക്കാതെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രം പ്രയോഗിച്ച് അത് 2 മാസത്തിനുള്ളിൽ റിവേഴ്സായി മാറിയതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി. അമ്മയ്ക്ക് നടക്കുവാൻ പോലും ആവാതെ കാലിൽ മുഴുവൻ നീരും പസ്സുമൊക്കെയായി ഏറെ ക്ലേശം അനുഭവിച്ചത്, പലരെയും കാണിച്ച് ചികിത്സിച്ചിട്ട് യാതൊരു ഫലവുമില്ലാതിരുന്നത്, പിന്നീട് അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് കാലിൽ അത് ഉപയോഗിച്ചതിലൂടെ പൂർണ്ണ സൗഖ്യം ലഭിച്ച് നടക്കുവാനും ദീർഘദൂരം യാത്ര ചെയ്യുവാനും അമ്മയ്ക്ക് ലഭിച്ച സാഹചര്യത്തെയും ആരോഗ്യത്തെയും ഓർത്ത് അമ്മയും പരിശുദ്ധമ്മയുടെ തിരുനടയിൽ നന്ദി പറയുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ സഹോദരൻ്റെ സാക്ഷ്യത്തിൽ നമ്മൾ ശ്രദ്ധയോടെ ശ്രവിച്ചത് ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിതം എങ്ങനെ മാറുന്നു എന്നതിനെക്കുറിച്ചാണ്. സഹോദരൻ 2-3 കാര്യങ്ങൾ അത് സൂചിപ്പിച്ചു. മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള പുതിയ വഴികൾ കണ്ടെത്തുവാനും ദൈവസ്നേഹത്തോടും സന്മനസ്സോടും അവരുടെ ജീവിതങ്ങളെ ശാക്തീകരിക്കുവാൻ ഉടമ്പടി ജീവിതത്തിലൂടെ എന്നെ അമ്മ മാതാവ് സഹായിച്ചു. മറ്റുള്ളവർക്ക് രക്തം ദാനം ചെയ്യുന്ന ആ പ്രക്രിയ അത് ഒരു സഹോദരനുമായി ചേർന്ന് തുടങ്ങുകയും അത് ഓരോ മാസവും ആവശ്യം വരുന്നതനുസരിച്ച് അല്പം പോലും മടിയില്ലാതെ ദാനമായി നൽകുന്നതിന് ഒത്തിരി പേരെ ലിങ്ക് ചെയ്ത് ആ പ്രോഗ്രാം
നന്നായി കൊണ്ടുപോകുവാൻ 10,000 പേരുടെ രക്തദാനത്തിന് നാളിതുവരെ സഹായിക്കുവാൻ സാധിച്ചുവെന്ന്. മറ്റൊന്നൊരു ക്യാൻസർ കെയർ ഹോമിൽ നിരന്തരമായി സഹായിക്കുന്നതിന്, രോഗികളെ പ്രാർത്ഥിച്ച് ബലപ്പെടുത്തുന്നതിന്, ആശ്വസിപ്പിക്കുന്നതിന്, അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് കൂട്ടാകുന്നതിന് അമ്മ മാതാവിൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിലൂടെ നിരന്തരം ലഭിക്കുന്ന പ്രചോദനത്തെയും സഹോദരൻ സാക്ഷ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും ക്വാളിറ്റി വർദ്ധിച്ച വ്യക്തികളായിട്ടാണ് മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മൾ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ബന്ധം, ഒന്ന് ഈശോയോട് പ്രാർത്ഥിക്കുവാനുള്ള ഒരു സന്തോഷവും തുറവിയുമാണ്. എന്താണ് പ്രാർത്ഥനയെന്നത് പോലും നമ്മൾ കുറേ കൂടി അറിഞ്ഞു മനസ്സിലാക്കുന്നത് ഉടമ്പടി ജീവിതത്തിലാണ്. രണ്ടാമത്തത്, ഉടമ്പടി ജീവിതം നമ്മളെ കുറേ കൂടി ദൈവാത്മാവുള്ള മനുഷ്യരായി പരിവർത്തനപ്പെടുത്തുന്നു. നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കാതെ കുറേ കൂടി മറ്റുള്ളവർക്ക് നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സാധ്യതകൾ അത് പങ്കുവയ്ക്കുവാൻ വേണ്ടിയുള്ള വഴികളിലേക്ക് നമ്മളെ അമ്മ മാതാവ് നിരന്തരം പ്രചോദിപ്പിച്ച് നയിച്ചു കൊണ്ടിരിക്കും. മറ്റൊന്ന്, ഉടമ്പടി ജീവിതം നമുക്ക് കൃത്യമായ ഒരു ഓറിയൻറ്റേഷനും ഒരു ലക്ഷ്യബോധവും നമ്മുടെ ജീവിതത്തിന് കൈമാറിത്തരും. അത് കേവലം ഈ മണ്ണിലുള്ള ജീവിതമല്ല എൻ്റേത് നിത്യതയിലേക്കുള്ള യാത്രയാണ്. അതിനു വേണ്ടുന്ന നിക്ഷേപം ഈ ലോകത്തിൽ നന്മ പ്രവൃത്തികളിലൂടെ നിരന്തരം ഞാൻ നേടിക്കൊണ്ടിരിക്കണം എന്നൊരു ബോധ്യം നമുക്ക് കൈമാറുകയും നമ്മുടെ ജീവിതത്തിൻ്റെ പാപാവസ്ഥകളിൽ നിന്ന് പിന്മാറുവാനും ഹൃദയസമാധാനത്തോടെ ജീവിതത്തെ നയിക്കുവാനും ഉടമ്പടി നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് ഓർക്കണമേ, ഉടമ്പടി എടുക്കുന്നത് ഏതെങ്കിലും ഒരു കേവല കാര്യം സാധിക്കുവാനുള്ള എളുപ്പവഴിയായിട്ടല്ല, മറിച്ച് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ ഉപകരിക്കുന്ന സുനിശ്ചിത വഴിയായി ഉടമ്പടിയെ നമുക്ക് കാണുവാനാവണം. സഹോദരൻ പറഞ്ഞ 3 കാര്യങ്ങൾ, 2 രോഗസൗഖ്യം, സഹോദരൻ്റെ മകൻ്റെ വിദേശത്തുള്ള പഠനവും ജോലിയും, ഓരോ കാര്യവും സമയച്ചുരുക്കമാണ് നമ്മളോട് പറഞ്ഞത്. സഹോദരൻ പറഞ്ഞു വിതിൻ ഷോർട്ട് ടൈം, വളരെ സമയച്ചുരുക്കത്തിൽ ഓരോ കാര്യവും രോഗം റിവേഴ്സായി, അമ്മയുടെ രോഗം സൗഖ്യപ്പെട്ടു, മകന് വിദേശത്ത് പോകുവാനും ആ മകന് ആ ഉടമ്പടി പുതുക്കിയതിൻ്റെ തൊട്ടടുത്ത ദിവസം ജോലിയിൽ അവിടെ ഇൻഡക്റ്റ് ആകുവാനും സാധിക്കുന്നു. ഓരോന്നും നമ്മളോട് പറയുക, സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവ് ലോകത്തോട് സമയം കുറവാണ്, ജീവിതത്തെ ദൈവത്തിന് പ്രിയങ്കരമാകുന്ന വിധം സൂക്ഷിച്ചുപയോഗിക്കുവാൻ ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾക്ക് സമയച്ചുരുക്കത്തിൽ നൽകുന്ന ഓരോ അനുഗ്രഹവും ദൈവനാമത്തെ വേഗത്തിൽ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി നൽകുന്ന അവസരമായി കാണണമെന്നാണ്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് സമയച്ചുരുക്ക അനുഭവങ്ങൾ നമുക്ക് നൽകണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.